എല്ലാവരും കഴിച്ചോ. എന്നാ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ ഇന്നെന്നാ എടുത്തോ എടുത്തോ. എന്നാ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ എല്ലാവരും കഴിച്ചോ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാ. എല്ലാവരും കഴിച്ചോ. ഇന്ന എടുത്തോ എടുത്തോ എടുത്തോ. ആ ആവശ്യത്തിന് എടുത്തോ. ഇന്ന ചേച്ചി എടുത്തോട്ടെ എടുത്തോട്ടെ. ഇന്ന മോനെ ഇന്ന ആവശ്യത്തിന് എടുത്തോ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാ. അച്ഛാ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും അങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ചിലതൊക്കെ പ്രൈവറ്റാ. ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ വന്നിട്ട് പറയാം. അതൊക്കെ ശരിയായിരിക്കും അച്ഛാ. അറ്റ്ലീസ്റ്റ് എനിക്കൊരു ക്ലൂ എങ്കിലും തന്നിട്ട് പോയിക്കൂടെ അച്ഛാ? എടോ അഡ്വൈസറെ, അവൻ ചോദിക്കുന്ന കേട്ടില്ല, ഒരു ചെറിയ ഹിന്റ് കൊടുത്തേക്ക്. അതെ, നാദിർ സാറിനെതിരായിട്ട് വലിയൊരു കേസ് കൊടുത്തു. ഒരു വലിയ കേസ്. കേസോ? എന്തിനാ കേസ് കൊടുത്ത്? ഞങ്ങൾ കൊടുത്ത കേസാ. പശുവിനെയും താറാവിനെയും കോഴിയും ഒക്കെ വെച്ച് അദ്ദേഹം നമ്മുടെ വസ്തു വൃത്തികേടാക്കി. ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്താലല്ലേ പറ്റൂ. അഡ്വൈസറെ, അവനോട് ചെറിയ ഹിന്റ് കൊടുക്കാനല്ലേ പറഞ്ഞത്. താൻ ഇതിന് മൊത്തം കഥ വിളമ്പണേ. താൻ അവനെ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തുവിടെ. കൂട്ടുകാർക്കും കൊടുക്കണം കേട്ടോടാ. വണ്ടി എടുക്ക്. കേസ് ഫയൽ ചെയ്തതിന് സ്വീറ്റ് കൊടുക്കുന്നു. രണ്ട് സഹോദരന്മാരുടെ സ്നേഹത്തിന് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? നമ്മുടെ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ? അതിനെ കുറിച്ച് വല്ലതും അറിയോ? എന്നോടോ? അടിപൊളിയായിട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നേ. അതെ DB സാറേ, നിങ്ങൾ ഈ രാത്രി സമയം ഓഡിയൻസ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗെയിമിന് ത്രിൽ ഉണ്ടാവുള്ളൂ. കളിക്കുന്നവർ ആദ്യം അത് മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാ, ഇത് പിള്ളേർ കളിയൊന്നുമല്ല. നിങ്ങൾ ഇപ്പൊ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് വളരെ ചീപ്പായി പോയി സാറന്മാരെ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഞങ്ങളൊരു കേസ് കൊടുത്തു, അതിന്റെ കൗണ്ടർ കേസും കൊടുത്തു. ഇപ്പൊ കളി അങ്ങ് ചൂട് പിടിച്ചിരിക്കുന്ന സമയമല്ലേ? കേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിലും വലിയ ക്രിമിനൽ ഒഫൻസ് ആണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരു വലിയ തെറ്റാണ്. ധനിയ ചേട്ടാ, നീ എവിടെ ചെന്ന് മുഖം വീർപ്പിച്ചിരിക്കേ? ചെല്ല് ചെല്ല് ചെല്ല്. ശരി ചെല്ല്. ബേബി സാറേ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. വലിയ വഴക്ക്. വെള്ളമില്ലാത്തോണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാ ഇതെല്ലാം. ഈ തോക്കെടുത്തില്ലെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാ. ഇതൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നിങ്ങളെയൊക്കെ നന്നാക്കാൻ പറ്റൂ. അള്ളാഹു എല്ലാം അറിയുന്നവനാ. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ പേര് ഷാൻ. തലൂക്ദർ ഫാമിലിയിൽ ഒരേ ഒരു ആൺതരിയാ. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടൊന്ന് സംസാരിക്കണം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങ. ഓ അത് ശരി അത് ശരി. പറഞ്ഞോളൂ. നിങ്ങളല്ലേ രണ്ട് സഹോദരന്മാരുടെ ലോയേഴ്സ്, ശരിയല്ലേ? അതെ. എന്റെ അച്ഛനും കൊച്ചച്ഛനും തമ്മിൽ ഒരു ശത്രുതയും ഇല്ല. അവർക്കിടയിൽ ഒരു ശത്രുത ഇപ്പൊ നിങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഒന്നുമില്ല. അപ്പൊ നിങ്ങളല്ലേ ആ രണ്ടുപേരുടെയും കേസ് വാദിക്കുന്നത്? ഇതൊരു കോമഡി സിറ്റുവേഷൻ ആണ്. അവർക്ക് ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടൈം പാസിന് വേണ്ടി കേസ് ഇട്ട് കളിക്കുകയാണ് അവർ രണ്ടുപേരും. ജസ്റ്റ് ഫോർ ഫൺ ഗെയിം. പക്ഷെ അത് ലോജിക്കലാണോ? ഈ കേസ് എന്ന് പറയുന്നത് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് പോലെയാ. ഒരാള് മുകളിലേക്ക് കയറുന്ന സമയത്ത് മറ്റേ ആള് പാമ്പിന്റെ വായക്കൂടെ താഴേക്കും എത്തും. ഇതൊരു സാധാരണ കേസ് പോലെയല്ല പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോ അങ്ങനെയൊന്നും പ്രസന്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാ ഞങ്ങളാണ് ഇതിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചിലർക്ക് പ്രായം കൂടുന്തോറും ജീവിതം ബോറടിക്കാൻ തുടങ്ങും. അപ്പൊ അവർക്ക് തമാശയൊക്കെ വേണം. അതാണ് അവർക്ക് രണ്ടുപേർക്കും സംഭവിച്ചത്. അത് കാരണം അവർക്ക് വല്ല നന്മയുണ്ടോ? അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കുറച്ച് കാശ് മാത്രം. അതവര് ചിലവാക്കുകയും ചെയ്യും. അല്ലാതെ ഇക്കാര്യത്തിൽ വേറെ നഷ്ടമൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാ ലോയേഴ്സും ജാസിം പോലെ കറുത്ത ചിലന്തികളൊന്നുമല്ല. ഇവരെ കണ്ടിട്ട് അത്ര മോശക്കാരാണെന്ന് തോന്നുന്നില്ല. നിങ്ങളാരാ? എന്റെ പേര് കാജല. നിങ്ങൾ കാശുണ്ടാക്കാൻ ഒരു വീട് കണ്ടുപിടിച്ചില്ലേ? ആ ഫാമിലിയിലെ ആളാ ഞാൻ. ഞങ്ങളുടെ കുടുംബം തകർക്കാൻ എന്തിനാ നിങ്ങൾ ഇറങ്ങി തിരിച്ചത്? എന്തിനാ ഞങ്ങൾ അച്ഛന്മാരെ നിങ്ങൾ പിരിക്കാൻ നോക്കുന്നത്? ഓ ഐ സി. ഡോണ്ട് വറി മൈ ഡിയർ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഞങ്ങളെ വിശ്വസിക്കൂ.
ഞങ്ങൾ അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിനക്ക് തോന്നിയാൽ എന്നെ വിളിച്ചാ മതി. ശാന്തമീ രാത്രിയിൽ ആദിഘോഷാദികൾ കൊണ്ടുവാ, നീ കൊണ്ടുവാ. ലാ 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 ലാ. ആദ്യം പാട്ടൊന്ന് നിർത്തടോ. മനുഷ്യൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്. ഞാനേ ഒരു കാര്യം പറയട്ടെ, ഈ കളി ഒരു തിക്കളിയായി മാറും. അത് കഴിഞ്ഞ് കോർട്ടും കേസും അടി പിടി തീക്കളി ചോര എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അത് മാറും. അപ്പൊ നമുക്കൊരു കളി കളിച്ചാലോ? അതിന് നിന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കുറച്ച് ബ്രെയിൻ വേണം, ഗ്രേ സെൽസ് വേണം. അല്ലാതെ വെറുതെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. മനസ്സിലായോടോ? എന്താടോ ഇത്? അതൊന്ന് കാര്യമാക്കണ്ടെന്നേ. ഞാനിനി മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം, അത് കേട്ടാൻ ഞെട്ടും. ബ്രെയിനിലോട്ട് പവർ കയറ്റുമ്പോ അതിന്റെ ശക്തി ഡബിൾ മടങ്ങായിട്ട് അങ്ങോട്ട് മാറും. അതിനാദ്യം നമ്മളെ അവന്മാരായിട്ട് പൊട്ടം കളിപ്പിച്ച് വട്ടം കളിപ്പിക്കും, എന്നിട്ടൊരു പൊട്ടിത്തര ഉണ്ടാക്കാണ്. അതെ, ഞാൻ പറഞ്ഞ ലോജിക്കലാണോ അതോ ഇല്ലോജിക്കലാണോ? അത് എന്തെങ്കിലും ഒരു ഉത്തരം പറ, പെട്ടെന്നൊക്കെ പറയേ. എടുത്തു കുടിക്കടോ. നിങ്ങളിൽ ഏതവനാണ് അത് ചെയ്തത്? മര്യാദ പറഞ്ഞു. ആരാന്നറിഞ്ഞ നീ എന്തോ ചെയ്യുന്ന? ക്യാൻ എടുത്തെറിഞ്ഞതേ ആണാണോ പെണ്ണാണോ? ഏയ്, നീ അവിടെ നിന്ന് മാറടാ. ഞാൻ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ആണോന്നോ പെണ്ണാന്നോ നോക്കട്ടെ. എടാ ചെറ്റ. ഞാൻ എന്റെ കണ്ണടച്ച് തുറക്കും മുമ്പ് അവളെ വിട്ടാ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ പുതപ്പിച്ച് കിടത്തും. എന്താടാ പറഞ്ഞേ? നീ ഞങ്ങളെ കൊല്ലുന്നോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? വാടാ. നിന്റെയൊക്കെ മറ്റവും പറഞ്ഞും കേട്ട് നീയൊക്കെ ചാവാൻ തയ്യാറാണെങ്കിലേ ഞാൻ റെഡിയാ. നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന പെണ്ണില്ലേ, അവള് താലൂക്ദാർ ഫാമിലിയില്ലേ, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏതും ചെയ്യും, അറിയാമോടാ? നിന്നെയൊക്കെ ഇവിടെ കുഴി കുത്തി 70 അടി ആഴത്തിലേക്ക് കുഴിച്ചു മൂടും ഞാൻ. ഇവിടെ നടന്നൊന്നും വീട്ടിലാരും അറിയണ്ട. അറിഞ്ഞാലാകെ പ്രശ്നമാവും. വാ പോവാം.